വിഷ്ണു സുരേഷ് മൂഴിക്കുളത്തെ പാലത്തിൽ നിന്നും തത്സമയം ചേരുകയാണ്. വിഷ്ണു, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തെരച്ചിൽ തന്നെയാണ്. തെരച്ചിലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. കാരണം പ്രാദേശികമായുള്ള മുങ്ങൽ വിധത്തിലൊക്കെ അവിടെ മടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സ്കൂബ ടീമാണ് ഇനി തെരച്ചിലിനായി നേതൃത്വം നൽകാൻ പോകുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തുന്നതായി ദൃശ്യങ്ങളിൽ കാണാം. വിവരങ്ങൾ. പ്രജിൻ, വെള്ളത്തിലിറങ്ങിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടുപേരാണ് നിലവിൽ വെള്ളത്തിലിറങ്ങിയിരിക്കുന്നത്. ഒരാളാണ് നിലവിൽ വെള്ളത്തിലിറങ്ങിയിരിക്കുന്നത്. പ്രത്യേക സ്കൂബ ടീം എത്തിയിട്ടുണ്ട്. അവർക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിച്ചക്കുറവുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പാലത്തിന് മുകളിൽ മറ്റ് ലൈറ്റുകൾ സജ്ജീകരിച്ചുകൊണ്ട് അത് പുഴയിലേക്ക് അടിച്ച് അവരുടെ പരിശോധനയ്ക്ക് വെളിച്ചമൊരുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ പാലത്തിന് തൊട്ടപ്പുറത്തുള്ള കപ്പേളക്കടവിൽ നിന്ന് പുറത്തേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനാണ് നിലവിൽ സ്കൂബ ടീം തീരുമാനിച്ചിരിക്കുന്നത്. 6 അംഗ സംഘമാണ് സ്കൂബ ടീമിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം മഴയും അതോടൊപ്പം തന്നെ വെളിച്ചക്കുറവും ഒരു തിരിച്ചടിയാണെങ്കിൽ പോലും പെരിയാറിൽ ഒഴുക്ക് കുറവാണ് എന്നാണ് നേരത്തെ ഇവിടെ ഒരു പ്രാഥമിക റൗണ്ട് പരിശോധന നടത്തിയപ്പോൾ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഒരു 3 വള്ളങ്ങൾ ഇറങ്ങി ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ അസ്വാഭാവികമായൊന്നും കണ്ടെത്തിയില്ല. പക്ഷേ അവർ പറഞ്ഞ കാര്യം ഒഴുക്ക് കുറവാണ്, അതുകൊണ്ട് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ്. അതിവിദഗ്ധരാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സ്കൂബ ടീം. ആലുവയിലും അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലും പെരിയാറിൽ സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എത്തി പരിശോധനകൾ നടത്തുന്ന സ്കൂബ ടീമാണ്. അവർ ഏത് വള്ളത്തിലാണോ അവർ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടിലാണോ അല്ലെങ്കിൽ ഫൈബർ ബോട്ടിലാണോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരാൾ ഒരു പരിശോധന എന്ന രീതിയിൽ ഒഴുക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരാൾ വെള്ളത്തിലിറങ്ങിയിരുന്നു. തുടർ പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള തുടർ പരിശോധനകൾ അല്പസമയം തന്നെ ആരംഭിക്കും. ഇതിന്റെ ഈ കുട്ടിയെ കാണാതാകുന്നതിന്റെ ഒരു ആകത്തുകയുള്ള ചിത്രം ഇങ്ങനെയാണ്. 3 മണിയോടുകൂടി തിരുവാങ്കുളത്ത് നിന്ന് കുറുമശ്ശേരിയിലേക്ക് വരുന്നു. അതിനിടയിൽ ആണ് കുട്ടിയെ ഈ മൂഴിക്കുളത്തുള്ള പാലത്തിന് താഴത്തേക്ക് എറിഞ്ഞത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മാതാവ് മൊഴി നൽകിയിരിക്കുന്നത്. അതിനുശേഷം അവർ ഒരുപക്ഷെ മടങ്ങിപ്പോകുന്ന CCTV ദൃശ്യമായിരിക്കാം ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന ആ സ്ത്രീ പിന്നീട് ആ കുട്ടിയില്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ പോലീസിനോട് പറഞ്ഞ മൊഴി ഏറെക്കുറെ ശരിവെക്കുന്നതാണെന്ന് പോലീസും കരുതുന്നുണ്ട്. ഒരു 90% ചാൻസ് ആണ് പോലീസ് ഈ പുഴയിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പങ്കുവെക്കുന്ന ഒരു സാധ്യത. അത് ആദ്യഘട്ടങ്ങളിൽ അവർ മൊഴിയൊക്കെ മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ പോലും അവസാനം ഈ ദൃശ്യങ്ങളടക്കം വെച്ചുകൊണ്ട് അവരെ ചോദിച്ചപ്പോൾ അവർ ഇക്കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഈ പാലത്തിന് മുകളിൽ നിന്ന് ആണോ ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞത്, അതല്ല എങ്കിൽ ഈ തൊട്ടപ്പുറത്ത് 1-2 കടവുകളുണ്ട്. ആ കടവൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കാം കുട്ടിയുടെ അമ്മയുടെ വീട് ഇവിടെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ഈ കടവുകളിൽ ഇറങ്ങിയാണോ ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ട്. എന്തായാലും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. 6 അംഗ സ്കൂബ സംഘം പെരിയാറിൽ ഇറങ്ങി ആ കുട്ടിക്കായുള്ള തെരച്ചിൽ, അമ്മയുടെ മൊഴി വിശ്വാസത്തിലെടുത്ത് ആ കുട്ടിക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ്. ഒരു നാട് ഒന്നാകെ ആ 3 വയസ്സുകാരി കല്യാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾക്ക് വേണ്ടിയാണ് നാട് ഉറങ്ങാതെ ഇരിക്കുന്നത്. ആ പരിശോധനകൾ, ആ തെരച്ചിൽ ഇപ്പോൾ തുടങ്ങുന്നു. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പരിശോധനയായിരുന്നു. ആദ്യഘട്ടത്തിൽ മത്സ്യബന്ധന തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രദേശവാസികളും ഒരു 3 വള്ളത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തി. ഈ പുഴയുടെ ഒരു ഒഴുക്ക് പരിശോധിച്ചു. അതിനുശേഷമാണ് പുറത്തുനിന്നുള്ള സ്കൂബ ടീം എത്തിയതായി ഇപ്പോൾ അവർ പരിശോധന തുടങ്ങിയിരിക്കുന്നത്. വള്ളങ്ങളിലെല്ലാം നേരിട്ട് തന്നെ ഈ കടവിൽ നിന്ന് പുഴയിലേക്ക് ചാടിയാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന. മറുവശത്തല്ല, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഒരു വശത്ത് മാത്രമാണ് പരിശോധന ഉള്ളത്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 2 വശങ്ങളിൽ കൂടി ഈ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി അവിടെ 2 ഇടങ്ങളിലും പരിശോധന നടത്തുമെന്നാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല പരിശോധന. ഈ കപ്പേളക്കടവിൽ നിന്ന് ഇറങ്ങിയ ആ ഭാഗത്തും അതോടൊപ്പം തന്നെ ഈ പുഴയുടെ മധ്യഭാഗത്തേക്കും അവർ എത്തി തിരച്ചിൽ നടത്തുകയാണ്. അതിൽ ഇതുവരെ കാര്യമായ ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമാണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ളത്. ഈ വെളിച്ചക്കുറവ് ഒരു വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ അതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി നടപടികൾ ഇപ്പോൾ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാലത്തിൽ ലൈറ്റൊക്കെ കെട്ടി അത് പുഴയിലേക്ക് അടിച്ചു കൊടുത്ത് ഇവരുടെ പരിശോധനയ്ക്ക് സുഗമമാക്കുന്ന രീതിയിലേക്ക് മാറ്റാനാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ പുഴയുടെ ഓരങ്ങളിൽ, അതായത് ഈ പുഴയുമായി ബന്ധപ്പെട്ട് കാടുപിടിച്ച് കിടക്കുന്ന പ്രദേശത്തും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ പരിശോധിക്കുന്നുണ്ട്.
സാധ്യതയുണ്ട്. ആ സാധ്യതയും പോലീസും ഫയർഫോഴ്സും ഒന്നും തള്ളിക്കളയുന്നില്ല. ഒരു പക്ഷേ അങ്ങനെ ഇവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ ഇവർ പറയുന്നത് കള്ളമാണെങ്കിൽ കുട്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് പോകുന്നതാകാം എന്നൊരു സാധ്യത കൂടിയുണ്ട്. കനത്ത മഴയായിരുന്നു, 2 മണിക്കൂർ മഴയാണ്. ഇപ്പോൾ മഴ ഒരല്പം മാറി നിൽക്കുകയാണ്. ഉണ്ട് എന്നാൽ പോലും നേരത്തെ അത്ര ശക്തിയില്ല. അത് തെരച്ചിലിന് അനുകൂലമാണ്. ഒഴുക്കും കുറവാണ്. അത് ഈ 2 ഘടകങ്ങളാണ് ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നത്. ആ അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങളിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് 3 വയസ്സുകാരിയായ കല്യാണിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പുറത്തു വന്നത്. അമ്മയ്ക്കൊപ്പം പുറത്തുപോയ കുട്ടിയെയാണ് അമ്മ കാണാതായത്. അമ്മ തിരിച്ചു വന്നപ്പോൾ കുട്ടി അമ്മയ്ക്കൊപ്പം ഇല്ല. തുടർന്നാണ് ഈ കുടുംബം ഇത്തരത്തിലൊരു പരാതി നൽകി. ആ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം വിപുലമായി നടത്തി. അതായത് റൂറൽ സിറ്റി മേഖലകളിലായിരുന്നു പരിശോധന. അവർ പ്രധാനമായും പരിശോധന നടത്തിയത് ഈ തിരുവാങ്കുളം, പുത്തൻകുരിശ്, അങ്കമാലി ഈ റൂട്ട് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് ഈ അമ്മയുടെ മൊഴി വീണ്ടും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, CCTVകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി. ആ ഘട്ടത്തിലാണ് അമ്മ പറഞ്ഞത് കുട്ടിയെ താൻ ഇത്തരത്തിൽ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു, അതിനുശേഷം താനും ജീവനൊടുക്കാൻ തീരുമാനിച്ചിരുന്നു, കുടുംബ പ്രശ്നമാണ് ഇതിന്റെ കാരണമെന്ന്. ഈ മൊഴി പക്ഷേ അവർ ആവർത്തിച്ച് പറഞ്ഞതാണ് പോലീസിൽ. ഈ മുഴിക്കുളം പാലത്തിന് മുകളിൽ മുഴിക്കുളം ഭാഗത്ത് പരിശോധന നടത്താൻ തീരുമാനിക്കുകയും പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാനും തീരുമാനിച്ചത്. സ്കൂബ ടീമിനെ ഇറക്കി പരിശോധിക്കാനും തീരുമാനിച്ചത്. സ്കൂബ ടീം ഇങ്ങോട്ടേക്ക് എത്തി, 6 അംഗ സംഘമാണ് എത്തിയത്. അവർ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. ആ കുട്ടിയുടെ ഒരു തിരിച്ചുവരവായിരിക്കും ആ പോസിറ്റീവ് റിസൾട്ട് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. വിപുലമായൊരു പോലീസ് സേനയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. നാട്ടുകാരുടെ ഒരു പങ്കും എടുത്തു പറയേണ്ടതാണ്. ഈ കുട്ടിയെ ഈ പുഴയിൽ നിന്ന്, ഈ പാലത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നത് പിന്നാലെ തന്നെ നാട്ടുകാർ എല്ലാവരും തന്നെ പോലീസ് എത്തുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തി. പിന്നീട് പോലീസിന് എത്തുന്നതിന് വേണ്ടിയും ഫയർഫോഴ്സിന് വേണ്ടിയുള്ള സ്കൂബ ടീമിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുക. ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നാട്ടുകാരുടെ അവർ ഈ ലൈറ്റ് പുഴയിലേക്ക് ഇൻവെർട്ടർ വെച്ച് ജനറേറ്റർ വെച്ച് കണക്ട് ചെയ്ത് പുഴയിലേക്ക് കൊടുക്കാനുള്ള ശ്രമമാണ്. കുറെ നേരമായി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് പക്ഷെ സാധ്യമാകും. ഇപ്പോൾ ആ വെട്ടം വന്നിരിക്കുകയാണ്. അത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു വെളിച്ചമാണിത്. കാരണം ഈ നടുഭാഗത്തേക്കൊക്കെ സ്കൂബ ടീമിന് എത്തുന്നതിന് വേണ്ടി ഈ പാലത്തിന് മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ലൈറ്റ് സഹായകരമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരിങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ പുഴയുടെ ഓരങ്ങൾ ചേർന്നുകൊണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പെരിയാർ ആയതുകൊണ്ട് തന്നെ ആഴം ഒരു വലിയ പ്രതിസന്ധിയാണ്. നല്ല ആഴമുള്ള പുഴയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഡീപ്പ് ഡൈവിംഗ് ഒക്കെ ഒരുപക്ഷെ നടത്താനുള്ള സാധ്യതയുണ്ട്. അത് അനിവാര്യം കൂടിയാണ്. അങ്ങനെ വിശദമായൊരു തെരച്ചിലിലേക്ക് കടക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഈ പരിസരത്തൊക്കെ പരിശോധന നടത്തി, പുഴയിലുമൊക്കെ പ്രാഥമിക പരിശോധന നടത്തിയാണ് വിശദമായ സ്കൂബ ടീമിന്റെ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ കുട്ടി തിരിച്ചു വരുമെന്ന് കരുതി. പ്രദീപ്.